ഇന്ന് ഫലാഫലിന്റെ ടേസ്റ്റിൽ ഒരു പരിപ്പ് വട ആയാലോ? ഒരു കപ്പ് നന്നായി കുതിർത്ത കടലപ്പരിപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മാറ്റിവെച്ച ശേഷം ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി നേരത്തെ മാറ്റിവെച്ച കുതിർത്ത കടലപ്പരിപ്പും 1/2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണയാക്കിയ ശേഷം പരിപ്പ് വട ഷേപ്പ് ചെയ്തെടുക്കാം. മീഡിയം ചൂടായ എണ്ണയിൽ നല്ലോണം സമയമെടുത്ത് 2 സൈഡും വറുത്തെടുത്ത ഫലാഫലിന്റെ ടേസ്റ്റിലുള്ള പരിപ്പ് വട റെഡിയായി.